നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണം വരാനിരിക്കുന്നത്. ഇന്ത്യയിൽ അത് നേരിട്ട് കാണാനാകില്ലെങ്കിലും മേടം മുതൽ മീനം വരെ 12 രാശിക്കാരെയും ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും. ചിലരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാം. കരിയറിൽ മുന്നേറ്റം, ബന്ധങ്ങളിൽ വെല്ലുവിളി, ആരോഗ്യത്തിൽ മുന്നറിയിപ്പ്, സാമ്പത്തികത്തിൽ നേട്ടം. എന്ത് സംഭവിക്കും എന്ന് ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട സമയമാണിത്. ഇനി നോക്കാം ഈ സൂര്യഗ്രഹണം നിങ്ങളുടെ രാശിയെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് എന്ന്. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം. മേടക്കാർക്ക് ഗ്രഹണം വ്യക്തിജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പെട്ടെന്ന് വരുന്ന ചില ചിലവുകൾ നിങ്ങളെ ആശങ്കപ്പെടുത്തും. എന്നാൽ അതേസമയം തന്നെ പുതിയ അവസരങ്ങളും തുറന്നു കിട്ടും. ബന്ധങ്ങളിൽ പഴയ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് തലയും കണ്ണുകളും. വഴിപാടായി സൂര്യഭഗവാന് ജലം അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക, ദീപം തെളിയിക്കുക. ഇടവൻ രാശി, കാർത്തികയുടെ 2 മുതൽ 4 വരെയുള്ള പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും. ഇടവക്കാർക്ക് ഈ ഗ്രഹണം വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതാണ്. ദാമ്പത്യ ജീവിതത്തിലും ബന്ധങ്ങളിലും ചെറിയ സംഘർഷങ്ങൾ വരാം. പഴയ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഉണ്ടായ തെറ്റിദ്ധാരണകൾ വീണ്ടും തുറന്നു വരാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടവർക്ക് പുതിയൊരു ബന്ധത്തിൻ്റെ തുടക്കം ഉണ്ടാകാം. ആരോഗ്യം അല്പം കുറയും, പ്രത്യേകിച്ച് വയറുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. വഴിപാടായി വെള്ളിയാഴ്ച ദേവിക്ക് പൂജ ചെയ്യുക, ദരിദ്രർക്ക് അന്നദാനം നടത്തുക, പാൽ കലശം നൽകി ശിവന് അഭിഷേകം നടത്തുക. മിഥുനൻ രാശി, മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള പാദങ്ങളും. മിഥുനക്കാർക്ക് ഗ്രഹണം വളർച്ചയും പുരോഗതിയും കൊണ്ടുവരും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തം കിട്ടാം. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനാവസരം ലഭിക്കും. പുതിയ കൂട്ടുകെട്ടുകളും പ്രൊജക്റ്റുകളും ആരംഭിക്കാം. എന്നാൽ അമിത ആത്മവിശ്വാസം ചെറുതായ കാര്യങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. ദോഷപരിഹാരത്തിനായി ബുധനാഴ്ച കൃഷ്ണഭഗവാന് പൂജ ചെയ്യുക, ഗുരുവിന് ദക്ഷിണ നൽകുക, പച്ചവസ്ത്രം ധരിക്കുക. കർക്കിടകൻ രാശി, പുണർദത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും. കർക്കിടകക്കാർക്ക് ഗ്രഹണം ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകാം. വിഷാദം, ക്ഷീണം, ഉറക്കക്കുറവ് അനുഭവപ്പെടാം. കുടുംബത്തിൽ മാതാപിതാക്കളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ നമ്മളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ പറ്റിയ നല്ല സമയം കൂടിയാണ്. കൂടുതൽ ദോഷഫലങ്ങൾ മാറിപ്പോകാൻ ശിവക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക, ചോറും പായസവും ദാനം ചെയ്യുക, വെള്ളിയാഴ്ച ദേവിക്ക് പൂജ ചെയ്യുക. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം. ചിങ്ങക്കാർക്ക് തൊഴിൽ രംഗത്തും പൊതുജീവിതത്തിലും വലിയ വെല്ലുവിളികൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ സഹപ്രവർത്തകരുമായി വാദപ്രതിവാദങ്ങളും നടക്കാം. എന്നാൽ ഈ ഗ്രഹണകാലം തന്നെ പുതിയൊരു ലീഡർഷിപ്പ് റോൾ ലഭിക്കാനുള്ള വഴിയൊരുക്കും. ദോഷഫലങ്ങൾ കുറയുന്നതിന് ഞായറാഴ്ച സൂര്യന് ജലമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. കന്നിരാശി, ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളും. കന്നിക്കാർക്ക് ഗ്രഹണം സാമ്പത്തിക നേട്ടവും ആരോഗ്യ വെല്ലുവിളികളും ഒരുമിച്ച് കൊണ്ടുവരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും. എന്നാൽ ദിനചര്യയിൽ അച്ചടക്കം പാലിക്കാതെ പോയാൽ ആരോഗ്യത്തിന് ദോഷമുണ്ടാകും. വഴിപാടായി ചൊവ്വാഴ്ച ദേവിക്ക് പൂജ ചെയ്യുക, പച്ചപ്പയർ ദാനം ചെയ്യുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. തുലാൻ രാശി, ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും. തുലാൻ രാശിക്കാർക്കും ഗ്രഹണം ബന്ധങ്ങളിലും ബിസിനസ്സിലും പ്രശ്നങ്ങൾ കൊണ്ടുവരും.
ആവേശത്തിലെടുത്ത തീരുമാനങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വളരാൻ ഇടയുണ്ട്. ദോഷങ്ങൾ കുറയ്ക്കാൻ വെള്ളിയാഴ്ച ദേവിക്ക് വെള്ളപ്പൂവ് സമർപ്പിക്കുക. വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ നൽകുക. വൃശ്ചികൻ രാശി. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും. വൃശ്ചികക്കാർക്കും ഗ്രഹണം പുതിയ ലക്ഷ്യങ്ങളും പുതിയ വഴികളും തുറന്നു തരുന്ന സമയമാണ്. കരിയറിൽ മാറ്റം വരും. ചിലർക്ക് ജോലി ചേഞ്ച് ആകാനും പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനും സാധ്യതയുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കാതെ പോയാൽ വലിയ നഷ്ടത്തിലേക്ക് പോകാം. വഴിപാടായി ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശിക്കുക. ശിവന് തൈലം നൽകി വിളക്ക് തെളിയിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം. ധനുരാശിക്കാർക്ക് ഗ്രഹണം ആരോഗ്യത്തിലും യാത്രകളിലും പഠനങ്ങളിലും തടസ്സങ്ങൾ കൊണ്ടുവരും. നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. പക്ഷേ ആത്മീയ വളർച്ചയ്ക്കും സ്വയം പരിശോധനയ്ക്കും ഏറ്റവും നല്ല സമയമാണ്. വഴിപാടുകൾ ദോഷഫലങ്ങൾ കുറയ്ക്കും. വ്യാഴാഴ്ച വൃദ്ധർക്ക് അന്നം ദാനം ചെയ്യുക. ഭഗവതിക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കുക. ഗുരുവിൻ്റെ അനുഗ്രഹം തേടുക. മകരം രാശി. ഉത്രാടത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും. മകരക്കാർക്ക് ഗ്രഹണം കരിയറിലും സാമ്പത്തിക രംഗത്തും വലിയ നേട്ടങ്ങൾ നൽകും. സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും. എന്നാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. ദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ച കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുക. ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക. ശനിദേവനോട് പ്രാർത്ഥിക്കുക. കുംഭൻ രാശി. അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങളും. കുംഭക്കാർക്ക് ഗ്രഹണം ബന്ധങ്ങളിൽ വലിയ വഴിത്തിരിവുണ്ടാക്കാം. ഒരു ഭാഗത്ത് തെറ്റിദ്ധാരണ, മറുവശത്ത് വളർച്ചയുടെ അവസരം. ജോലിയിൽ ഐക്യമത്യം വളരെ പ്രധാനമാണ്. വഴിപാടായി ശനിയാഴ്ച അന്നദാനം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ വെള്ളാഭിഷേകം നടത്തുക. ഗംഗാജലം വീട്ടിൽ ഇറ്റിക്കുക. മീനൻ രാശി. പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും. മീനക്കാർക്ക് ഗ്രഹണം കുടുംബ ബന്ധങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. മുതിർന്നവരുടെ ഉപദേശം ഉൾക്കൊണ്ട് തെറ്റായ തീരുമാനത്തിൽ നിന്നും മാറിപ്പോകുക. സാമ്പത്തികമായി അല്പം സൂക്ഷിക്കണം. ചിലർക്ക് നഷ്ടം വരാമെങ്കിലും മറ്റൊരാൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. തിക്തഫലങ്ങളും ദോഷാനുഭവങ്ങളും കുറയ്ക്കാൻ വ്യാഴാഴ്ച വിഷ്ണുദേവന് മഞ്ഞപ്പൂവ് സമർപ്പിക്കുക. മീനൂട്ട് പോലുള്ള വഴിപാടുകൾ നടത്തുക. ഗുരുവിനെ ആദരിക്കുക. ഈ സൂര്യഗ്രഹണം ഒരാളെ ഉയർത്തുകയും മറ്റൊരാളെ പരീക്ഷിക്കുകയും ചെയ്യും. പക്ഷേ വഴിപാടുകളും പ്രാർത്ഥനകളും കൊണ്ട് ദോഷങ്ങൾ കുറച്ച് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാം. സൂര്യഗ്രഹണം പ്രകൃതിയുടെ ഒരു അത്ഭുതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഓരോ വെല്ലുവിളിയും ഒരു അവസരമാണ്. ഓരോ ഇരുട്ടിന് ശേഷവും സൂര്യൻ വീണ്ടും തെളിയും. അതിനാൽ ഈ ഗ്രഹണകാലത്ത് പ്രാർത്ഥനയിൽ മുഴുകുക, ധ്യാനത്തിൽ ശാന്തി തേടുക, ദരിദ്രർക്ക് കൈത്താങ്ങാവുക. ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വാസം വെച്ചാൽ ഗ്രഹണത്തിൻ്റെ നിഴൽ പോലും നിങ്ങളുടെ ജീവിതത്തെ പ്രകാശഭരിതമാക്കും. ആസ്ട്രോളജി വേൾഡിനൊപ്പം നിന്നതിന് നന്ദി. നക്ഷത്രങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ കമൻ്റായി അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്.